ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്യൂട്ടി ഫ്രൂട്ടി ആണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ തന്നെ അത് ശരിയാക്കി എടുക്കാം എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ട്യൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നമ്മൾ ഒരു മീഡിയം ടൈപ്പ് പപ്പങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ തൊലിയും കുരുവെല്ലാം കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ പപ്പായ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു 4 ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് കിടന്ന് തിളച്ചാൽ മതി. അപ്പോൾ തന്നെ ഇത് പകുതി വേവായി കിട്ടും. നമ്മുടെ പപ്പങ്ങ തിളച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഊറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാര പാനിക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. അതിന് വേണ്ടി ഒരു 1.5 ഗ്ലാസ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ. ഇത് തിളച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കാം. പപ്പായ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഇതിൽ വേണം കേട്ടോ. അതായത് പഞ്ചസാരപ്പാനി പപ്പായ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം. എന്നിട്ടൊരു മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നമ്മളിത് ഈ പഞ്ചസാര പാനിയിൽ കിടന്ന് പപ്പായ തിളച്ച് വരണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കിനി ഒരു 3 ബൗളെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 3 കളർ ട്യൂട്ടി ഫ്രൂട്ടിയാണ് ശരിയാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 3 ബൗളിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൽ ഓരോ ബൗളിലേക്ക് ഓരോ കളർ വീതം ചേർത്ത് കൊടുക്കാം. ഒരു ബൗളിൽ നമ്മൾ റെഡ് കളർ ചേർത്തിട്ടുണ്ട്, ഒരു ബൗളിൽ യെല്ലോ കളർ ചേർത്തിട്ടുണ്ട്, ഒരു ബൗളിൽ ഗ്രീൻ കളർ ചേർത്തിട്ടുണ്ട്. ഗ്രീൻ കളർ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാനപ്പോൾ ബ്ലൂ കളറും യെല്ലോ കളറും കൂടി മിക്സ് ചെയ്ത് എടുത്തതാണിത്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കളർ മിക്സ് ചെയ്ത ട്യൂട്ടി ഫ്രൂട്ടി നമ്മളൊരു 10 മണിക്കൂറെങ്കിലും ഈ കളറിൽ തന്നെ ബൗളിലിട്ട് വെക്കണം. അതിനുശേഷം മാത്രമേ ഇത് ഊറ്റിയെടുക്കാൻ പാടുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ 3 മണിക്കൂറായപ്പോൾ തന്നെ ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് 3 വേറെ ബൗളെടുത്തിട്ട് അതിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അതിലേക്ക് ഈ വെള്ളം ഊറ്റി കളർ ചേർത്ത ആ പപ്പായയിലുള്ള ഊറി വെള്ളം ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളമൊക്കെ ശരിക്കും അങ്ങ് ടിഷ്യൂ പേപ്പർ വലിച്ച് കഴിയുമ്പോൾ നമ്മളത് ഒരു മിനിമം ഒരു 4-5 മണിക്കൂറെങ്കിലും നമ്മളതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കണം. ഈ ടിഷ്യൂ പേപ്പർ വെള്ളം വലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു വേറൊരു പ്ലേറ്റിലേക്ക് 2 ടിഷ്യൂ പേപ്പർ ഇട്ട് അതിലൊന്ന് വിടർത്തിയിട്ട് ശരിക്കും വെള്ളം ഒപ്പിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് ഡ്രൈ ആയി കിട്ടും. ഇപ്പം എല്ലാം നമ്മൾ എല്ലാ കളറും റെഡിയായി കിട്ടി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ചെയ്തെടുക്കുക. ഇനിയും ട്യൂട്ടി ഫ്രൂട്ടിയുടെ ആവശ്യം വന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് പോകരുത്, ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.